ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. വേണ്ട, മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്താടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്താടാ നിന്റെ കണ്ണാക്കിൽ പിണ്ണാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി, അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിന്റെ ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി. എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പനെ വയ്ക്കേ. അതെ, ഞങ്ങൾ മതിയടാ, വളഞ്ഞു ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തു, എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി. തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ലേ. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ, അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? എന്തോ എങ്ങനെയാ നമ്മുടെ ആ തേവാത്തി? ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്ന്. വൃത്തികെട്ട സ്വഭാവം? ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന്. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ, ഉണക്കമുന്തിരി കളയാൻ. അപ്പൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്നേ. മതി, എന്നും കുട്ടിയുടെ മുഖത്ത് ഈ മ്ലേച്ഛത കണ്ടാ മതി. ഇതാണ് പറയണത്, കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയിലെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന്, അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ, സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് എന്താടാ ഇത്? ചെമ്പങ്കുഞ്ഞെത്തി അടിച്ചിന്റെ കാരണക്കളി ഞാൻ തീർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം.
മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? ഓ പുല്ല്. നിങ്ങൾക്കൊന്നും അറിയില്ല, എന്റെ നെഞ്ചിപ്പൊ കുത്തിപ്പൊളിച്ച അലമാര പോലെ. കൊല്ലൂടെ പണിക്കറിനെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ക് പിടി ഞാൻ ചാവും. ഇങ്ങനെ പോയാൽ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കൂടി നിർത്തി. പക്ഷെ ഇന്ന് മോന് ഞാനാ അപ്പൻ. അപ്പൻ എന്റെ മോനും. മോനെ എടാ ശിവ, ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലിരുത്തി മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ, പോയി കിടന്നുറങ്ങ. എടാ പോയി കിടന്നുറങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്. തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തോടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല. നീ എന്തിനാടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിളയും. സുലാൻ വാടാ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കടാ. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോട് പോയി ഈ സന്തോഷ വാർത്ത അവനൊന്നും അറിയിക്കണമല്ല. അവനെ ആടിനെ തീറ്റിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു.